നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മൾ ഈ ട്രീ ഹൗസിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഞാനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്ന ട്രീ ഹൗസ്. ഈ മലയിൽ അവിടെ ആയിട്ടാണ് നമ്മുടെ ട്രീ ഹൗസ് വരുന്നത് കേട്ടോ. അല്ലാതെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ നമ്മുടെ ഹിമാചൽ സീരീസ് ആദ്യം മുതലേ കണ്ടുവരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങൾ ഷിംലയിൽ തുടങ്ങി ഇപ്പോൾ കസോൾ ഈ ട്രീ ഹൗസിൽ എത്തി നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഒരു കിളി വന്നിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇതെൻ്റെ മോള് ജാനകി, ആ കിടന്നുറങ്ങുന്നത് എൻ്റെ ഭർത്താവ് സുബിൻ. ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. കിളിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോയി 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 പറന്നുപോയി. കണ്ടായിരുന്നു ഞാനുമേ. അപ്പം രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് സന്തോഷവും സങ്കടവും തരുന്നുണ്ടായിരുന്നു. സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് ട്രിപ്പ് ചെയ്താണ് ഈ ഫുൾ ഹിമാചൽ ട്രിപ്പ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ മണാലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ റോഡ് കണ്ടീഷൻ എന്താവും എന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മണാലിയിൽ സ്നോ തീർന്നിട്ടുണ്ടാവുമോ എന്നുള്ള ഞങ്ങളുടെ സംശയത്തിന് മഴ പെയ്യുന്നത് ഒരു നല്ല കാര്യമായിരുന്നു. അവിടെ ഫ്രഷ് മഞ്ഞ് പൊടിയാൻ ചാൻസ് ഉണ്ടല്ലോ. അമ്മയ്ക്ക് പറഞ്ഞിട്ട് ഇതെന്തുവാ 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 ഇത് ഇത് സ്റ്റാർ ഇത് ട്രീ ട്രീ ഇതാര് ഇത് മൂന്നാ ഇതാര് ഡേസി ഇത് ഏത് ബേബി ഡാനു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ട്രീ ഹൗസിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ മനാലിക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. റോഡിൽ ഫുള്ള് നല്ല മഴയായിരുന്നു. ത്രൂ ഔട്ട് ചാറ്റലും അല്ലാതെയും ആയിട്ട് മഴ തന്നെയായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്കങ്ങനെ റോഡ് കണ്ടീഷൻസിൽ ഭയങ്കര ഒന്നും ബുദ്ധിമുട്ടുകൾ വന്നില്ല. അപ്പം ഞങ്ങൾ വഴിയിൽ ഒരിടത്ത് കഴിക്കാൻ നിർത്തി. ജാനുമിതേ ബില്ല് ചോദിച്ചു പോവാണ് കേട്ടോ. ജാനുമാ ഇപ്പോൾ ബില്ല് കിട്ടും, വാങ്ങിച്ചോ. ബില്ല് വാങ്ങിച്ചോണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് ഞങ്ങൾ ഏപ്രിലിൽ പോയതുകൊണ്ട് തന്നെ മണാലിയിൽ സ്നോ തീർന്ന് കാണുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഞാനും ജാനുമി ആദ്യമായിട്ടാണ് സ്നോ കാണാൻ പോകുന്നത്. ഉണ്ണി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദിസ് ട്രിപ്പ് മണാലിയിൽ സ്നോ കാണുമോ എന്നുള്ള ഞങ്ങളുടെ ഒരു ഭയങ്കരമായ ഡിസ്കഷനായിരുന്നു. പ്രാർത്ഥനയായിരുന്നു അവിടെ സ്നോ കാണണേ എന്ന്. മഞ്ഞെല്ലാം കാണാൻ പറ്റുമല്ലോ. അവിടെ ഉണ്ടോ? അവിടെ ഒരു മുകളിലല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോവാണ്. ആ പോകുന്ന വഴി ഉണ്ടായിരുന്നൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ എയർബിഎൻബി എത്താറാവുമ്പോൾ തന്നെ, അതുകൊണ്ട് ഡെയിലി നമ്മളിത് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു വേറെ തന്നെ വ്യൂ ആയിരുന്നു. ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ ബോൾഡേഴ്സ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, അല്ലെ ഇങ്ങനെ റോക്സ്, പക്ഷേ ഈ പെബിളൊക്കെ പോലെ വെള്ളം ഒഴുകി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റൗണ്ടിഷായ റോക്സ് രണ്ട് സൈഡിലും. അത് പിന്നെ റിവറിൻ്റെ ഇത്, അതിൻ്റെ കൂട്ടത്തിൽ മഴ, പിന്നെ ഈ മറ്റേ സൈഡിലെ ഈ ഫ്ലാഗ്സ് എല്ലാം കൊണ്ടും ഒരു വേറെ തന്നെ ഫീലായിരുന്നു കേട്ടോ ഈ വഴി കൂടെ പോവാൻ. താഴെ പുഴ കണ്ടിട്ട് ജാനുമി മീമി മീമി എന്നൊരേ വിളിയായിരുന്നു. മീമിനെ കാക്ക കൊണ്ടുപോയിരുന്നോ? എന്തായാലും ഇതാണ് നമ്മുടെ റൂം. ഇതും ഒരു എയർബിഎൻബി തന്നെയായിരുന്നു. ആക്ച്വലി നമ്മൾ ഹിമാചൽ ട്രിപ്പ് ത്രൂ ഔട്ട് എക്സെപ്റ്റ് ഷിംലയിൽ നമ്മളൊരു ഹോട്ടൽ ഓക്ക് ട്രീ ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എയർബിഎൻബി തന്നെയാണ് പ്രിഫർ ചെയ്തത്. ആക്ച്വലി ഇങ്ങനത്തെയൊക്കെ ഒരു ട്രാവലിന്, ഒരു സ്ലോ ട്രാവൽ ടൈപ്പ് പരിപാടിക്ക് എനിക്ക് തോന്നുന്നു എയർബിഎൻബി ആണ് ബെസ്റ്റ്. ആ ഒരു എന്താ പറയുക, കോസി ആൻഡ് നൈസ് ക്വയറ്റ്, നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ബുക്ക് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാം. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന അതാണ് ഹോട്ടൽസിനെക്കാട്ടിലും. ഹോട്ടൽ പിന്നെ വേറൊരു വൈബാണ്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഷെയർഡാണ് തൊട്ടപ്പുറത്തെ റൂമുമായിട്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ മൊത്തം ഞങ്ങൾ വേറെ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫുൾ ബാൽക്കണി നമുക്കായിട്ട് തന്നെ കിട്ടി. അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന്. ഇവിടെയും കുറേ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഈ ബാക്കി കാണുന്ന ഇന്ന് ഫ്രഷ് വീഴുന്ന മഞ്ഞാണ് കേട്ടോ മോനെ. പക്ഷെ പോവാൻ സമയക്കില്ലേ പിന്നെ എന്ത് ആ കാണുന്ന ഫ്രഷ് വീഴുന്ന മഞ്ഞ് ആ കാണുന്ന മഞ്ഞ് ഫ്രഷ് മഞ്ഞ്. അപ്പം മഞ്ഞ് കാണുമോ എന്ന് പറഞ്ഞ് മണാലി എത്തിയപ്പോൾ മഞ്ഞുണ്ടെന്നുള്ള കൺഫർമേഷൻ കിട്ടി. പക്ഷെ മഴയും മഞ്ഞും ഒക്കെ കൂടിപ്പോയത് കാരണം നമുക്ക് ഈ പോകേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ മഞ്ഞ് കാണാൻ, ഈ സൊലാങ് വാലി, റോത്താങ് പാസ് എന്നൊക്കെ പറയുന്നത്, അതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റിനെ അങ്ങോട്ട് കയറ്റുന്നില്ല എന്നുള്ള വാർത്തയാണ് നമ്മളെ കാത്തവിടെ നിന്നത്. അപ്പോൾ മഞ്ഞ് കാണണേ എന്നുള്ള പ്രാർത്ഥന മാറി ഞങ്ങൾ അങ്ങോട്ട് മഞ്ഞ് കാണാൻ കയറ്റിവിടണേ എന്നുള്ള പ്രാർത്ഥനയായി മാറി. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോഴേക്കും വെതറൊക്കെ ബെറ്ററായി ആളുകളെ അങ്ങോട്ട് വിട്ടു തുടങ്ങണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ. സ്നോ കാണുന്നുണ്ട് ജന്മീ. അപ്പം മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹിമാലയൻ നിൻമാപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കാണാൻ പോയി. ഇങ്ങനെ വല്ലതും തന്നെ ആണോ എന്തോ ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളായ എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ മാപ്പ് പറയുന്നു, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. മഴയും ഒക്കെ പെയ്ത് നല്ല രസമായിരുന്നു. എവിടെ മതിയാവാൻ, ദേ പോന്നു പിന്നെയും കറക്കിക്കൊണ്ട്. ജാനുമ്മയ്ക്ക് ഈ പ്രയർ ബെൽസ് സംഭവം ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴും മഴ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുറത്തും ഇങ്ങനെ ആക്ച്വലി ഒരുപാട് നടന്ന് കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒത്തിരി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാര്യം മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അവിടെ നടന്ന് എല്ലാം കണ്ടിട്ട് തന്നെയാണ് വന്നത്. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മണാലിയുടെ ഫേമസ് ഹഡിംബ ദേവി ടെമ്പിളിലോട്ടാണ്. ദേ ജാനുമിയെ തോളത്തൊക്കെ വെച്ച് അച്ഛൻ റെഡിയായി പടി കയറാൻ. അപ്പോൾ ഈ ടെമ്പിളും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചുറ്റിനും സീഡാർ ഫോറസ്റ്റ്, സീഡാർ മരങ്ങളുടെ ഒരു കാട് തന്നെ ചുറ്റിനുമുള്ള ഒരു ടെമ്പിളാണിത്. പിന്നെ മഴയും ഒക്കെ കൂടെ പെയ്തുകൊണ്ട് വേറൊരു വൈബായിരുന്നു. കുറച്ചൊരു ഈറി ഫീലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇരുണ്ട് അങ്ങനത്തെ ഒരു വൈബായിരുന്നു അതിന് ചുറ്റും ഉണ്ടായിരുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെമ്പിള് ഭീമൻ്റെ ഭാര്യ ഹിഡിംബി ദേവിയുടെ പേരിലുള്ള, ഹിഡിംബി ദേവിയെ വർഷിപ്പ് ചെയ്യുന്ന ടെമ്പിളാണിത്, ഹിഡിംബ ദേവി ടെമ്പിൾ. അതിനെ ഹഡിംബ ടെമ്പിൾ എന്നും പറയപ്പെടാറുണ്ട് പോലും. ജാനുമി അവിടെ സ്വാമി തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഏതോ മൃഗത്തിൻ്റെ കൊമ്പൊക്കെ കൊണ്ട് വോളിൽ എന്തൊക്കെയോ ഫിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വേറെ തന്നെ ഒരു ഫീലായിരുന്നു ആ അമ്പലത്തിന്. യൂഷ്വൽ അമ്പലങ്ങളുടെ ഒരു സെറ്റപ്പോ അങ്ങനത്തെ ഒരു വൈബോ ഒന്നും അല്ല അതിൽ നിന്ന് കിട്ടിയത്. ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന്. അത് ജനറലി അലൗഡ് അല്ലേ, അതോ അന്ന് മഴയൊക്കെ പെയ്ത് അന്നത്തെ ഒരു കാലാവസ്ഥ കൊണ്ട് അലൗഡ് അല്ലാത്തതാണോ എന്ന് എനിക്ക് ഷുവർ അല്ല. എന്തായാലും അകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതിന് ചുറ്റിനും ആ ചുറ്റുപാടിലും ഒക്കെ നടന്നിട്ട് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. ഇവിടെ ഞാൻ ആ പറഞ്ഞ കൊമ്പ് പോലത്തെ സാധനം നിങ്ങൾക്ക് ആ വോളിൽ കാണാൻ പറ്റും. ഹോൺസ് ഒക്കെ ഇരിക്കുന്നുണ്ട് മുകളിൽ. അപ്പം
മുടിയാ ഇവിടെ പിന്നെ എങ്ങോട്ടാ? Fat plate may close within 1 hour of when you arrive. ഫാറ്റ് പ്ലേറ്റ് ഉടനെ അടയ്ക്കും എന്നാണ് ഗൂഗിളേച്ചി പറഞ്ഞത്. എന്നാലും ഞങ്ങൾ ഫാറ്റ് പ്ലേറ്റ് കഫേയിലോട്ട് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ കുറച്ച് റിവ്യൂ ഒക്കെ ഉള്ളൊരു കഫേ തപ്പിപ്പിടിച്ചെടുത്തതാണ് ഞങ്ങൾ. ഉണ്ണിമ്മ ഞാൻ ചുമ്മാ അറിയില്ല, സത്യമായിട്ട് അവര് പറഞ്ഞ എന്തോന്ന്? നമ്മളിപ്പോ പോണ റോഡ് ഖല് നാഗ മനാലി റോഡ് നാഗ റോഡ്. സത്യം കേട്ടോ, ഞാൻ കേൾപ്പിച്ചത്. ഗൂഗിൾ അങ്ങനെയാണ് റോഡിനെ പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും അത് അപ്പം കേൾപ്പിക്കാൻ പറ്റിയില്ല. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഫാറ്റ് പ്ലേറ്റ് കഫേ എത്തി കേട്ടോ. എവിടെ ഇരിക്കാം? ഓക്കെ, ഭാഗത്ത് പോവാന്നല്ലേ? ബേബിക്ക് എടുത്ത് ചെയ്തു തരാം. ബേബി എന്താ ചെയ്യുന്നത്? ദേ അപ്പം ഞങ്ങളുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. നമ്മൾ മറ്റേ ബർമീസ് ഡിഷായ ഖാവ്സോയി, അങ്ങനെയാണോ എന്തോ പ്രൊണൗൺസിയേഷൻ, ഖാവ്സോയിയും പിന്നെ ഒരു ബർഗറും പിന്നെ ഒരു സ്റ്റേക്ക് ഇൻ ദ സെൻസ് ബേക്കൺ റാപ്ഡ് ചിക്കൻ വിത്ത് പ്ലം സോസ് ആണ് പറഞ്ഞത് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു, ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ രതീസ് ഹോം മെയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നോട്ടീസ് ചെയ്തത്. അത് ആക്ച്വലി അവിടുത്തെ ഷെഫിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പുള്ളി ഇട്ട് കൊടുത്ത കടയാണ്. പുള്ളിക്കാരി ജാംസും പിക്കിൾസും ഒക്കെ ഉണ്ടാക്കി സെല് ചെയ്യുന്ന സ്ഥലമാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ജാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ബേബി ഫുൾ എടുക്കാതെ ബേബി. ഇത് അവിടുത്തെ മെനു ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാം. ആൻഡ് ഇവരിത് എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, അത് കേട്ട് നോക്കാം. I came to Manali in 1980 to start the first DAV school here, DAV public school. And since then I'm here. And my mother was a very good cook. She loved making jams, pickles and all. So maybe I inherited also, then loved it. And then saw so much fruit in Manali. It was wasted. नीचे गिर गया पेड़ से पड़ा है, बड़ा जानवर भी नहीं खाते. I used to feel so sad, you know, कि die. So then I started making these jams and pickles. I've been making it for last 35 years now. Then my son, you know, he presented this shop to me when I retired from my school. And now we took IFSSI number. And now we are online. We are sending it throughout India. My dog's ball, but you can Thank you. ये वो छोटे की है, हमारा छोटा डॉग है, उसकी बॉल जगह जगह उसी की होती है. This is the when I was like, you know, then when we buy the fruit, that's my husband, like all help in making it, you know, in chopping. This is my son. I was plucking the blackberries and he's making masti with me. And this we were filling the strawberry jam in the bottles. This is when I came, and this is after 6 months. അങ്ങനെ രത്തി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് നാട്ടിൽ കൊടുക്കാൻ കുറച്ച് ജാമും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ മറ്റേ ഗൂഗിളേച്ചി പറഞ്ഞ സംഭവം അത് കേൾപ്പിച്ചു തരാം. You straight past Kiki Chicken Shop onto Kalu, Naga, Manali Road, Naga Road. കേട്ടില്ലേ ഇപ്പൊ പറഞ്ഞ എന്തോന്ന്? ഖല് നാഗ മനാലി റോഡ് നാഗ റോഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇവരങ്ങനെയാണ് പറയുന്നത്. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് കുള്ളു മനാലി നഗർ റോഡ് നഗർ റോഡ് നഗർ, അതാണ് നാഗ റോഡ് ആയത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ കുളു നാഗ മനാലി റോഡ് വഴി തിരിച്ചു പോയി കിടന്നുറങ്ങട്ടെ. നാളെ നമ്മൾ സ്നോ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പോകുന്ന ദിവസമാണ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. ബൈ.